കഴിഞ്ഞ ദിവസം നമ്മൾ മരണവേളയിലുണ്ടാകുന്ന അവസ്ഥകൾ എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ഉണർത്തിയ കാര്യങ്ങൾ പറയുകയുണ്ടായി. അതിൽ മരിക്കുന്ന സന്ദർഭത്തിൽ എല്ലാ അവിശ്വാസികളും അവർ സ്വാഭാവികമായും തങ്ങൾ വിശ്വാസികളാകാം എന്ന് പറയും. ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, അവർക്ക് മരണമെത്തുമ്പോൾ ഖാല റബ്ബി ഇർജിഊൻ, ഞങ്ങൾക്കൊരു അവസരം കൂടി നൽകണം എന്നവർ പറയും. ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല ഇർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്, ഞാൻ ചെയ്യാതെ പോയ നല്ല കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം, എനിക്കൊരവസരം നൽകണമെന്ന് പറയും. കല്ലാ ഇല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതൊരാൾ പറയുന്ന ഒരാളുടെ വാക്ക് എന്നതിൽ കവിഞ്ഞ് അതിനൊരു പ്രസക്തിയുമില്ല എന്ന് പറയും. ആ രീതിയിലാണ് നമ്മൾ മരണവേളയിൽ വിശ്വാസിയും അവിശ്വാസിയും ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥകളെ സംബന്ധിച്ച് നമ്മൾ ഉണർത്തുകയുണ്ടായി. തുടർന്ന് പറയുന്നത് വമിൻ വറാഇഹിം, അതിന് പിന്നാലെ അവർക്ക് പിന്നാലെ വരുന്നുണ്ട് ബർസഖുൻ, ഒരു തിരശ്ശീല വരുന്നുണ്ട്, കർട്ടൻ വരുന്നുണ്ട്, ഇലാ യൗമി യുബഅസൂൻ, വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാൾ വരെ. ആ ബർസഖ് നമ്മൾ ഉണർത്തുകയുണ്ടായി. ആ തിരശ്ശീല, കർട്ടൻ അല്ലെങ്കിൽ മറ, അതിനാണ് നമ്മൾ ഖബർ എന്ന് സാധാരണ രീതിയിൽ പറയുന്നത്. അതിനാണ് മരണത്തിൻ്റെയും വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതിൻ്റെയും ഇടയിലുള്ള ആ കാലയളവിന് നമ്മൾ പറയുന്ന പേരാണ് ഖബർ. അപ്പോൾ അല്ലെങ്കിൽ ബർസഖ് എന്ന് പറയുന്നത് അതിനാണ്. അത് ചിലപ്പോൾ നമ്മൾക്ക് മാന്യമായി നമ്മുടെ മുമ്പിൽ വെച്ച് മരണപ്പെടുന്ന ആളുകളെ മാന്യമായ രീതിയിൽ മറമാടി അവരെ മയ്യത്ത് സംസ്കരിച്ച് ഖബർസ്ഥാനിലൊക്കെ സംസ്കരിക്കാനൊക്കെയുള്ള അവസരം ലഭിച്ചേക്കാം. വേറെ ചില സന്ദർഭത്തിൽ ചില ആളുകളെ സംബന്ധിച്ച് അങ്ങനെ കഴിഞ്ഞോളന്നില്ല. ചിലപ്പോൾ ആകാശത്ത് വെച്ച് വിമാനത്തിലോ മറ്റൊക്കെയായി കത്തിക്കരിഞ്ഞ് ആ ശരീരം തന്നെ ലഭിക്കാത്തൊരവസ്ഥയുണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ കടലിൽ മുങ്ങിച്ചത്തു, അല്ലെങ്കിൽ മുങ്ങി മരിച്ചു, മൃഗങ്ങളോ മത്സ്യങ്ങളോ ഒക്കെ തിന്നു പോകുന്ന, ഇങ്ങനെ പല രീതിയിലും മനുഷ്യൻ്റെ ശരീരം മാത്രം ഈ ഭൂമിയിൽ നിന്ന് പല രീതിയിലും ഈ ഭൂമിയിൽ നിന്നത് ഇല്ലാതെയായി പോകും. അങ്ങനെ അതിനാണ് നമ്മൾ മരണമെന്ന് പറയുന്നത്. അവൻ്റെ ആത്മാവ് അവൻ്റെ ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയാൽ പിന്നെ ബാക്കിയായി നിൽക്കുന്നത് അവൻ്റെ ശരീരം മാത്രമാണ്. ആ ശരീരം നമുക്ക് കയ്യിൽ കിട്ടിയാൽ, നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ, നമ്മളതിനെ മാന്യമായി ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ശരീരത്തോട് എത്ര മാന്യമായിട്ടാണോ നമ്മൾ പെരുമാറുന്നത്, അതേ രീതിയിൽ നമ്മൾ അതിനെ മാന്യമായി മണ്ണിൽ കുഴിച്ചു മൂടണം എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്നത്. അത് നമുക്ക് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും മരിച്ചു കഴിഞ്ഞ് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ നാളുകൾക്ക്, ആ കാലയളവിനുള്ള പേരാണ് ഖബർ എന്നോ ബർസഖ് എന്നൊക്കെ പറയുന്നത്. ഈ കാലയളവിനെ പറ്റി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് അറിയിച്ചു തന്ന ഇത് വിശുദ്ധ ഇസ്ലാമിലെ വേദഗ്രന്ഥം, വിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസും മാത്രമാണ് നമുക്ക് ഈ കാലയളവിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി അറിയിച്ചു തന്നത്. മറ്റു വേദഗ്രന്ഥങ്ങളിലൊന്നും വലിയ പരാമർശങ്ങൾ ഇതിനെ സംബന്ധിച്ചൊന്നും ഇല്ല, വളരെ കൂടുതലില്ല. ചെറിയ ചെറിയ ചില പരാമർശങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നരകലോകത്തെ സംബന്ധിച്ചും സ്വർഗലോകത്തെ സംബന്ധിച്ചൊക്കെ പരാമർശിക്കുന്ന രീതിയിൽ ബൈബിളിലും മറ്റു വേദഗ്രന്ഥങ്ങളിലൊക്കെ പരാമർശങ്ങൾ ഉണ്ടെങ്കിലും ഈ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതിൻ്റെ ഇടയിലുള്ള കാലഘട്ടത്തെ സംബന്ധിച്ച് വിശദമായി അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഖുർആനും ഹദീസുമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ കാലയളവ് അതും അതിനെപ്പറ്റി ഖുർആൻ പറഞ്ഞു തരുന്ന ചില ഭാഗങ്ങൾ നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്ന്, ആ കാലയളവിലുണ്ടാകുന്ന രക്ഷയും ശിക്ഷയും ഈ കാലയളവിലുണ്ടാകുമെന്നാണ്. മരിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവൻ മരിക്കുന്നില്ല, അവൻ്റെ ശരീരം മാത്രമാണ് ഇവിടെ നിന്ന് നശിച്ചു പോകുന്നുള്ളൂ. യഥാർത്ഥത്തിലുള്ള അവൻ എന്ന് പറയുന്ന അവൻ്റെ സ്വത്വം,
അത് ഇവിടെ നിലനിൽക്കും. ആ സ്വത്വത്തിന് അതിന് രക്ഷയും ശിക്ഷയും അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകും എന്നതാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നതും ഭൗതികവാദികളെ സംബന്ധിച്ച് ഒരിക്കലും ഉൾക്കൊള്ളാനും ചിന്തിക്കാനും പറ്റാത്തതുമായ കാര്യം അതാണ്. മരിച്ചു കഴിഞ്ഞാൽ അത് ഖുർആൻ തന്നെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഈ നുരുമ്പിപ്പോയ എല്ലുകളൊക്കെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും. അതൊക്കെ അസാത്തീറുൽ അവ്വലീനാണ്, ഇതൊക്കെ പണ്ട് ആരോ പറഞ്ഞുണ്ടാക്കിയ ചില കെട്ടുകഥകൾ മാത്രമാണ് എന്നാണ് ഇതിനെപ്പറ്റി പൂർവ്വകാലം മുതൽ തന്നെ ഈ പരലോകത്തിൽ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിനെ നിരാകരിച്ച, അതിനെ വിശ്വസിക്കാത്ത സമൂഹം പണ്ടുമുതലേ പറഞ്ഞു വരുന്നത് അങ്ങനെയാണ്. ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ തന്നെയാണ് ബഹുഭൂരിപക്ഷവും മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നത്. ദൈവത്തിലും അങ്ങനെ ഒരു ദൈവമുണ്ട്, അത് അവൻ ആണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളിൽ തന്നെ ബഹുഭൂരിപക്ഷവും അവർ മരിച്ചതിന് ശേഷം വീണ്ടും ഇതേ ആത്മാവ് ഇതേ രീതിയിൽ തന്നെ ജീവിപ്പിക്കപ്പെടുക എന്നത് അവരംഗീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. എന്നാൽ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇത് ജീവിപ്പിക്കപ്പെടും എന്ന് മാത്രമല്ല, ആ ജീവിപ്പിക്കപ്പെടുന്നതിൻ്റെയും മരിച്ചതിൻ്റെയും ഇടയിൽ ഒരു കാലയളവുണ്ട്. ആ കാലയളവും അവർ സജീവമായി നിലനിൽക്കുന്ന ഒരു കാലയളവാണ് എന്നാണ് പറയുന്നത്. അപ്പം അതിൽ സൂറത്തുൽ ഗാഫിറിൽ ഫിർഔനെയും കൂട്ടരെയും പറ്റി വിശദീകരിക്കുന്ന ഭാഗമുണ്ട്. അദ്ദേഹം മുങ്ങി മരിക്കുകയാണ്, നമുക്കറിയാം. ഫിർഔന്റെ ചരിത്രം നമുക്കറിയാം. അദ്ദേഹം മുങ്ങി മരിച്ചു പോകുന്നു. എന്നിട്ട് അതിനുശേഷം സംഭവിക്കുന്ന കാര്യത്തെപ്പറ്റി ഖുർആൻ സൂറത്തുൽ ഗാഫിറിൽ പറഞ്ഞത് അന്നാറു യുഅറദൂന, നരകം ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരുമ്പോൾ അദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്, അവരോട് വേദനയേറിയ നരകശിക്ഷയിലേക്ക് നിങ്ങൾ പോവുക എന്ന് അവരോട് കൽപ്പിക്കപ്പെടും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ അശദ്ദുൽ അദാബ്, വേദനയേറിയ ശിക്ഷയിലേക്ക് അവർ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് അവർക്ക് സ്വർഗവും അവർക്ക് നരകം ഇങ്ങനെ അവരുടെ മുമ്പിലേക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കപ്പെടും എന്നാണ് ഇവിടെ ഈ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതിനാണ് നമ്മൾ ഖബർ എന്ന് പറയുന്നതും ഖബറിലെ രക്ഷാശിക്ഷ എന്നൊക്കെ പറയുന്നതിന് ഖുർആൻ നമുക്ക് ഉണർത്തുന്ന ഒരു കാര്യതാണ്. ഇതേ സംഗതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു, ഇദാ ഇന്ന അഹദക്കും ഇദാ മാത്ത്, നിങ്ങളിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഉരിദ അലൈഹി മഖ്അദഹു ബിൽ ഗദാത്തി വൽ അശി, അവൻ എവിടേക്കാണ് എത്താൻ പോകുന്നത്, അവൻ്റെ ഇരിപ്പിടം ഏതാണ്, സ്വർഗമാണോ നരകമാണോ എന്ന കാര്യം അവന് രാവിലെയും വൈകുന്നേരവും അവനങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഖബറിൻ്റെ ഉള്ളിലെ രാവിലെയും വൈകുന്നേരവും ഏതാണെന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും ഈ രണ്ടു സന്ദർഭങ്ങളിൽ അവനത് കാണിച്ചു കൊണ്ടിരിക്കും. ഇൻകാനമിൻ അഹ്ലിൽ ജന്നത്തി ഫമിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശിയാണെങ്കിൽ സ്വർഗാവകാശിയായിക്കൊണ്ടുള്ള ഒരു ചിത്രം അവൻ ഖബറിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. വൈൻകാനമിൻ അഹ്ലിൻ നാരി, നരകാവകാശിയാണെങ്കിൽ ഫമിൻ അഹ്ലിൻ നാർ, നരകത്തിൻ്റെ ആളായിക്കൊണ്ട് അവന് കാണും. ഫയുഖാലു, ആ സന്ദർഭത്തിൽ ആ ചിത്രം അല്ലെങ്കിൽ ഇതിൻ്റെ ആ നരകം അവൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ അവനോട് പറയപ്പെടും, ഹാദാ മഖ്അദുക, ഇതാണ് കേട്ടോ നിനക്ക് ചെന്നെത്താനുള്ള സ്ഥലം ഇതാണ് എന്ന് അവരോട് പറയും. ഹത്താ യബ്അസുക അല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവരെ നിനക്ക് ഈ കാണിപ്പിക്കപ്പെടുന്ന സ്ഥലത്തേക്കാണ് നീ ഇനി ചെന്നെത്തുന്നത് എന്ന് അവനെ ഉണർത്തിക്കൊണ്ടിരിക്കും. ഇതിനെപ്പറ്റിയാണ് ഇങ്ങനെ ഒരു അവസ്ഥ, ഇങ്ങനെ ഒരു അനുഭവം ഒരു മനുഷ്യന് മരണത്തിന് ശേഷം ഉണ്ടാകുക എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഖബറിലെ ശിക്ഷ എന്ന് പറയുന്നത്. അതൊരു വല്ലാത്ത ശിക്ഷ തന്നെയാണ്. താൻ മരിച്ചു കഴിഞ്ഞ് നമ്മുടെ ശരീരം ഇവിടെ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾക്കിത് അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കും. ആ അനുഭവമാകട്ടെ വളരെ കയ്പേറിയ രീതിയിലുള്ള അനുഭവമായിരിക്കും എന്നാണ് ഖുർആനും ഹദീസും നമുക്ക് പറഞ്ഞു തരുന്നത്. വേറൊരു ഹദീസ് ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും, സനുഅദ്ദിബുഹും മർറത്തൈൻ സുമ്മ യുറദ്ദൂന ഇലാ അദാബിൻ അദീം, 2 പ്രാവശ്യം അവർ ശിക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിനെപ്പറ്റി നമുക്ക് സഹാബാക്കൾ വിശദീകരിച്ചു തന്നത് അൽ ഊല അദാബുൽ ഖബറിൽ 1-ാം പ്രാവശ്യം എന്ന് പറയുന്നത് അത് ഖബറിലെ അവർക്ക് ലഭ്യ ശിക്ഷയാണ്. വസാനിയത്തു അദാബുന്നാർ, 2ാമത്തേത് നരകശിക്ഷയും. ഇപ്പം 2 തരം ശിക്ഷ അനുഭവിക്കേണ്ടി വരും ദുർമാർഗികളായ അവിശ്വാസികളായ
പരലോക ജീവിതത്തെ നിഷേധിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്ന ഭൗതികവാദികളൊക്കെ ആയ ആളുകൾക്ക് അവർക്ക് വരാൻ പോകുന്ന സംഗതികളാണ് പറയുന്നത്. അതുപോലെ തന്നെ വിശ്വാസികളെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആൻ ഉണർത്തിയിട്ടുള്ള അല്ലദീന തവഫാഹുമുൽ മലായികതു ത്വയ്യിബീൻ, നല്ല ആത്മാവോടുകൂടി നല്ല രീതിയിൽ ഇവിടെ നിന്ന് മലായിക്കത്തുകൾ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്ന ആളുകൾ, മരിപ്പിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ, യഖൂലൂന, മലായിക്കത്തുകൾ അത് ഏറ്റെടുത്ത് കൊണ്ടുപോകവേ തന്നെ അവരോട് പറയും സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് രക്ഷയുണ്ട്, നിങ്ങൾക്ക് രക്ഷയാണുള്ളത്. ഉദ്ഖുലുൽ ജന്നത ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ച ആ പ്രവർത്തനത്തിന്റെ ഫലമായി നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് അവരോട് പറയും. അപ്പോൾ വിശ്വാസികളായ ആളുകൾ അവർക്ക് അവരുടെ ബർസഖിയായ ജീവിതത്തിൽ, ഖബറിലുള്ള ജീവിതത്തിൽ തന്നെ അവർക്ക് എത്താൻ പോകുന്ന സ്വർഗത്തെ സംബന്ധിച്ചും ചില ഹദീസുകളിൽ ആ സ്വർഗത്തിൻ്റെ പരിമളം അവരുടെ ഖബറിലേക്ക് തുറക്കപ്പെട്ടുകൊണ്ടിരിക്കും, അതങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കും. അങ്ങനെയായിരിക്കും അവർ ഖബറിൽ അവർ നിത്യശാന്തിയോടുകൂടി കഴിഞ്ഞുകൂടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. പിന്നെ ഈ വിഷയകമായി നടക്കാൻ പോകുന്ന സംഗതികൾ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളത് അൽ ഖബറു അവ്വലു മനാസിലിൽ ആഖിറ, നമ്മുടെ ആഖിറത്തിൻ്റെ ആദ്യത്തെ പ്രവേശന കവാടം അത് ഈ ഖബറാണ്. വൈൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസർ, അതിൽ നമ്മൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഫമാ ബഅദഹു ഐസർ, അതിന് ശേഷം വരാനുള്ള സംഗതികൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, ആപേക്ഷികമായി എളുപ്പമായിരിക്കും. വൈലം യൻജു ഫമാ ബഅദഹു അശദ്, രക്ഷപ്പെട്ടിട്ടില്ലെങ്കിലോ അത് ആപേക്ഷികമായി കഠിനതരവുമായിരിക്കും. അപ്പോൾ ഈ അവനവൻ്റെ ജീവിതത്തിലെ അമലുകൾക്കനുസരിച്ച് അവൻ അനുഭവിക്കാൻ പോകുന്ന അനുഭവങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഖബറിൽ വെച്ച് മരണത്തിന് ശേഷം തന്നെ നന്മയുടെ കിരണങ്ങളും നന്മയുടെ സുഗന്ധവും സ്വർഗത്തിൻ്റെ പരിമളവും ഒക്കെ അനുഭവിക്കാൻ കഴിഞ്ഞാൽ അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അവന് നന്മയായിരിക്കുമെന്നാണ്. പക്ഷേ വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു സംഗതിയുണ്ട്, ഇങ്ങനെയൊക്കെ പല അനുഭവങ്ങളും ഈ ബർസഖിയായ ജീവിതത്തിൽ അനുഭവിക്കുന്ന മനുഷ്യൻ തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അതൊക്കെ മറക്കും. രണ്ടാമതും ഈ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ ഇങ്ങനെ കഴിഞ്ഞ കാലത്ത് എത്രയും സന്ദർഭം ഉണ്ടായിരുന്നു, പല അനുഭവങ്ങളുണ്ട്, സ്വർഗം കാണിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നരകം കാണിക്കപ്പെട്ടിട്ടുണ്ട് എന്നതൊക്കെ അവർ മറക്കുകയും അവർ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സന്ദർഭത്തിൽ അവർ പറയുന്നത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മൻ ബഅസനാ മിൻ മർഖദിന, ഞങ്ങളെ ഈ ഉറക്കിൽ നിന്ന് ആരെ ഉണർത്തിയത്? ഞങ്ങൾ കുറച്ച് സമയമായിട്ടല്ലേ ഉറങ്ങിയിട്ടുള്ളൂ. അത്ര ചെറിയൊരു കാലയളവ് മാത്രമേ ഈ മരണത്തിനും അതുപോലെ രണ്ടാമത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതിനും അവർക്ക് അനുഭവപ്പെടുള്ളൂ. ഏതു സന്ദർഭത്തിൽ? അത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ. അതുകൊണ്ടാണ് ചില ചിന്തകന്മാരായ മുസ്ലിം ചിന്തകന്മാർ പറഞ്ഞിട്ടുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വപ്ന ദർശനം എന്നത് നമുക്ക് മനുഷ്യന് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സ്വപ്ന ദർശനം എന്ന് പറഞ്ഞത്. ഈ സ്വപ്ന ദർശനം എന്നുള്ളത് യഥാർത്ഥത്തിൽ അവൻ്റെ ഈ ഖബർ ജീവിതത്തെ അനുസ്മരിപ്പിക്കുന്ന ഒന്നാണ് എന്ന് അവർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിൻ്റെ റസൂൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, അള്ളാഹുവും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിൻ്റെ സാധ്യത നിഷേധിക്കുന്ന പല ആളുകളുണ്ട്. ചില ആളുകൾ പറയും എന്താണത് ഈ ലോക്കപ്പ് മർദ്ദനം എന്നാണ് ചില ആളുകൾ അതിനെപ്പറ്റി പറയാം. കുറ്റം തെളിയിക്കപ്പെടുകയും വിചാരണ ചെയ്യപ്പെടുന്നത് മരിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടതിന് ശേഷമല്ലേ? അപ്പം അതിൻ്റെ മുമ്പെന്താ ഒരു ശിക്ഷ? അതിൻ്റെ മുമ്പെന്താ ചില ചോദ്യം ചെയ്യലും അടിയും എന്നൊക്കെ പറയണത്? ഇതെന്താ ലോക്കപ്പ് മർദ്ദനുണ്ടോ? അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിലെ പോലീസുകാരൊക്കെ പിടിച്ചാൽ കോടതിയിലൊക്കെ അവർ പോകുന്നതിൻ്റെ മുമ്പ് ലോക്കപ്പിൽ വെച്ച് അവർക്ക് അടിയും ഇടിയും മറ്റ് പല തൊഴിയൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഖബർ ശിക്ഷ എന്ന് പറഞ്ഞത് അതൊരു ലോക്കപ്പ് മർദ്ദനം ആണ് എന്ന് ഈ യുക്തിവാദികളും അല്ലെങ്കിൽ അത്തരം ഹദീസുകളെയൊക്കെ നിഷേധിക്കുന്ന ആളുകളൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിനെ ഒരു മനുഷ്യൻ തൻ്റെ അനുഭവവുമായി തട്ടിച്ച് അതിനെ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും ആലോചിക്കേണ്ട ഒരു വിഷയം അതിലില്ല. മനുഷ്യന് അതൊരു അനുഭവമായി ഉണ്ടാകും.
അങ്ങനത്തെ അനുഭവങ്ങൾ അവന് ഒരു ഉറങ്ങിക്കഴിഞ്ഞ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അവൻ്റെ സ്വപ്നത്തിൽ അവൻ നേർക്കുനേരെ അനുഭവിക്കുന്ന രീതിയിൽ അവന് കാര്യങ്ങളുണ്ട്. അവൻ എന്തുകൊണ്ടാണ് പിന്നെ അത് സ്വപ്നമായിരുന്നു, അതല്ലെങ്കിൽ ഇത് ശരി യാഥാർത്ഥ്യമായിരുന്നില്ല എന്നൊക്കെ അവൻ മനസ്സിലാക്കുന്നത് അവൻ ഉണരുന്നതുകൊണ്ടാണ്. അവൻ ഉണരുമ്പോഴേ അതറിയുള്ളൂ. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അനുഭവം തന്നെയാണ് അവനുള്ളത്. അപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ ഒരാൾക്ക് ഇങ്ങനത്തെ വലിയ ദുരനുഭവങ്ങൾ ഉണ്ടായാൽ എന്തനുഭവിക്കുകയാണെങ്കിലും അതവൻ അനുഭവിക്കുന്നത് പോലെ തന്നെയാണ് അവന് യഥാർത്ഥത്തിൽ ഉണ്ടാകുക. പിന്നെ അപ്പോൾ ഉണരാതെ ഒരാൾ അങ്ങോട്ട് കിടന്നാൽ, ഉണരാതെ ഒരാൾ ഇതിങ്ങനെ കണ്ടുകൊണ്ട് അങ്ങനെ ഉണരുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആ ഉറക്ക് മുഴുവൻ ദുരനുഭവങ്ങളുടെ, ദുസ്വപ്നങ്ങളുടെ അല്ലെങ്കിൽ പ്രയാസങ്ങളുടെ ഒരു വലിയ ശൃംഖലയായി അവന് മാറുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഒരാൾക്ക് അങ്ങനെ ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കുന്നതിന് വിരോധമൊന്നുമില്ല. അങ്ങനെ ചില മുസ്ലിം പണ്ഡിതന്മാരൊക്കെ ആളുകൾ അങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കാവുന്ന വിഷയമുള്ളൂ. അല്ലാതെ ഇത് ഒരു മനസ്സിലാകാത്ത ഒരു സമസ്യ ആയിക്കൊണ്ടൊന്നും കണക്കാക്കേണ്ടതില്ല എന്ന് അതിനെ സംബന്ധിച്ച് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഏതായാലും മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഫയഅതീഹി മലക്കാനി ഫയജ്ലിസാനിഹി ഫയഖൂലാനി ലഹു മൻ റബ്ബുക ഫയഖൂലു റബ്ബി അല്ലാഹ് വമാ ദീനുക ഫയഖൂലു ദീനിയൽ ഇസ്ലാം മൻ നബിയുക ഫയഖൂലു മുഹമ്മദ്. ഇതൊക്കെ സഹീഹായ ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞതാണ്. നമ്മൾ ഒരാളെ ഖബറിൽ വെച്ച് നമ്മൾ മടങ്ങുമ്പോഴേക്ക്, ഇത് സാധാരണ രീതിയിലുള്ള സംഗതികളാണ് പറയാം. ഖബറിൽ വെച്ച് മടങ്ങാത്ത എത്ര അനുഭവങ്ങളുണ്ടാവും. പല രീതിയിലും മരിച്ചു പോകുന്ന ആളുകളില്ലേ. സാധാരണ ബഹുഭൂരിപക്ഷ മനുഷ്യന്മാരും മരിച്ച് അവരെ ശ്മശാനത്തിൽ അടക്കിയിട്ടാണ് അവർ മടങ്ങുന്നത്. അത് ഏത് മതവിശ്വാസികളാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അവർ ലോകത്ത് ബഹുഭൂരിപക്ഷം ആളുകളും അവർ മണ്ണിൽ അവരെ അടക്കം ചെയ്തിട്ടാണ് അവരുടെ ശരീരത്തെ അവർ അവസാനിപ്പിക്കുന്നത്. ആ രീതിയിലാണ്. അങ്ങനെ പോകുന്ന ഒരാളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഖബറിൽ വെച്ച് അവനുണ്ട് തിരിഞ്ഞു വന്ന് അവൻ്റെ കാലടിപ്പാടുകൾ അവിടെയുള്ള ആൾ കേൾക്കുന്ന ഒരു സമയമാകുമ്പോഴേക്കും, അപ്പം അത്ര ചുരുങ്ങിയ സമയമാകുമ്പോഴേക്ക് അത്താഹു മലക്കാനി, അവൻ്റെ അടുക്കൽ 2 മലക്കുകൾ വരും എന്ന് പറഞ്ഞാൽ ആ ആത്മാവിൻ്റെ അടുക്കൽ അത്രയും ചുരുങ്ങിയ സമയം എന്നാണ്. മരിച്ചു കഴിഞ്ഞ് അധികം താമസിയാതെ, പ്രത്യേകിച്ചും ഖബറടക്കി താമസിയാതെ തന്നെ അവൻ അതിനെ സംബന്ധിച്ച് അവൻ്റെ മലക്കുകൾ വരും. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. ആരാണ് നിന്റെ രക്ഷിതാവ്? അള്ളാഹു ആണെന്ന് അവൻ ഉത്തരം പറയും. ആരാണ് ദീനെന്താണ്? ഇസ്ലാമാണ് ദീനെന്ന് പറയും. നബി ആരാണെന്ന്, മുഹമ്മദ് നബിയാണെന്നൊക്കെ വിശ്വാസിക്ക് യാതൊരു ശങ്കയില്ലാതെ അത് പറയാൻ സാധിക്കും. എന്നാൽ അവിശ്വാസികളെ പറ്റിയും മുനാഫിക്കുകളെ സംബന്ധിച്ചും റസൂലുള്ളാഹി പറഞ്ഞു, അവർക്ക് ഉത്തരം പറയാനാകെ തപ്പിത്തടഞ്ഞു പോകും. അവരുത്തരം പറഞ്ഞ് അങ്ങനെ ഒന്ന് കേട്ടിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് അറിഞ്ഞിരുന്നു എന്നൊക്കെ രീതിയിൽ അവരിങ്ങനെ തപ്പിത്തടഞ്ഞുകൊണ്ടിരിക്കും എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ചോദ്യം ചെയ്യുന്ന മലക്കുകളുടെ പേരും റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഒന്നിൻ്റെ പേര് മുൻകർ എന്നാണ്, മറ്റേതിൻ്റെ പേര് നക്കീർ എന്നാണ് എന്നൊക്കെ സഹീഹായ ഹദീസിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ആകെ വിശുദ്ധ ഇസ്ലാം ഖുർആനിലും ഹദീസിലുമായി നമുക്ക് പേര് പറഞ്ഞു തന്ന 10ൽ താഴെ മലക്കുകൾ മാത്രമേ ഉള്ളൂ. 10ൽ താഴെ മലക്കുകളെ പറ്റി മാത്രമേ നമുക്ക് പേരറിയുള്ളൂ. കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് മലായിക്കത്തുകൾ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളായിട്ടുണ്ടെങ്കിലും അതിൽ അത്ര കുറച്ച് ആളുകളെ പേരെ ഖുർആനിലും ഹദീസിലും സഹീഹായി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. ആ പറഞ്ഞു തന്ന കൂട്ടത്തിൽ മുൻകറും നക്കീറും എന്നുള്ള മലക്കുകളാണുള്ളത്. അതിൽ നമ്മൾ ആ കൂട്ടത്തിൽ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിൽ സഹീഹായിട്ടൊന്നും പറയാത്ത, സഹീഹായിട്ട് വന്നിട്ടില്ലാത്ത ഒരു മലക്കിൻ്റെ പേരാണ് അസ്രായീൽ എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു മലക്കിൻ്റെ പേര് നമുക്ക് ഖുർആനിലും ഹദീസിലൊന്നും സഹിയായി വന്നിട്ടില്ല. പക്ഷേ മനുഷ്യന്മാരിൽ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളിൽ ബഹുഭൂരിപക്ഷ ആളുകൾക്കും ഒരു മലക്കിൻ്റെ പേര് പറയുമെന്ന് പറഞ്ഞാൽ ഒന്ന് അസ്രായീൽ എന്ന് പറയും, പിന്നെ ഒന്ന് ജിബ്രീൽ എന്നും പറയും. അതിൻ്റെ അപ്പുറം ഏത് സാധാരണക്കാർക്കും അറിയുന്ന പേരാണ്. അസ്രായീൽ എന്നുള്ള പേര് അത് ഖുർആനിലും ഹദീസിലൊന്നും സ്ഥിരപ്പെട്ട് വന്നതല്ല എന്ന് നമ്മൾ ആ കൂട്ടത്തിൽ മനസ്സിലാക്കുക. ഏതായാലും മുൻകർ നക്കീർ ഈ 2 പേരുകളും സ്ഥിരപ്പെട്ട് വന്ന ഹദീസുകളിൽ വന്നതാണ്. അപ്പം അങ്ങനത്തെ ഒരു അനുഭവം, ഇങ്ങനെയാണ് ഇത്രയും സംഗതികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
ഈ ബർസഖിയായ ജീവിതത്തിൽ സംഭവിക്കും, ഉണ്ടാകും എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് അവൻ ഇതിൽ നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ ഒരാൾക്കുണ്ടാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അവൻ നല്ല രീതിയിൽ ജീവിക്കുന്നതാണ് വേണ്ടത്. വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നുണ്ട്, യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വൽ ഫിൽ ആഖിറ. ആഖിറത്തിലും ഹയാത്തിലൊക്കെ ജീവിതത്തിലൊക്കെ അള്ളാഹു നല്ല വചനം കൊണ്ട് വിശ്വസിച്ച ആളുകൾക്ക് സ്ഥൈര്യം നൽകുന്ന, സബ്ബത്താന സ്ഥൈര്യം നൽകും. അപ്പോൾ ഖബറിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ, ബർസഖിലായിരിക്കുന്ന ജീവിത സന്ദർഭത്തിൽ ഒരു സ്ഥൈര്യവും മനസ്സിനൊരു ചാഞ്ചല്യമില്ലാത്തൊരവസ്ഥയും ഉണ്ടാകണം. അതാണ് നമ്മൾ അതിനു വേണ്ടിയാണ് നമ്മളോട് പ്രാർത്ഥിക്കാനൊക്കെ പറയുന്നത്. തസ്ബീത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന്. തസ്ബീത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് സ്ഥൈര്യമായി നിൽക്കാൻ കഴിയുക, പേടിച്ചരണ്ട് ആകെ ആശയക്കുഴപ്പത്തായി നിൽക്കണമല്ല. ഇങ്ങനെ ഒരു ചോദ്യം അഭിമുഖീകരിക്കാനുണ്ട്, പല അനുഭവങ്ങളും അവിടെ വരാണ്ട്. ആ സന്ദർഭത്തിലൊക്കെ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഒരു സ്ഥൈര്യവും ഉറച്ചു നിൽക്കാനുള്ള കഴിവുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. ഇമാം ബുഖാരി ആയത്തിൻ്റെ വിശദീകരണമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇന്നഹാ സുആലുൽ ഖബരി ഫൽ മുഅ്മിൻ യുസബ്ബിതുല്ലാഹു ഇൻദൽ ഇജാബ. ഇത് ഖബറിലെ ചോദ്യത്തെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. മുഅ്മിനായ മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ സ്ഥൈര്യത്തോടു കൂടി ഒരു ചാഞ്ചല്യമില്ലാതെ ഉത്തരം പറയാനുള്ള കഴിവ് അള്ളാഹു നൽകും എന്നാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ നമ്മളോട് പറഞ്ഞു, ഈ ഖബറിൽ വെച്ചുണ്ടാകുന്ന ശിക്ഷ, ആ ശിക്ഷയെപ്പറ്റി നിങ്ങൾ എപ്പോഴും അള്ളാഹുവോട് ശരണം തേടിക്കൊണ്ടിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതഅവ്വദു മിൻ അദാബിൽ ഖബർ, അദാബുൽ ഖബറിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് റസൂലുള്ള പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, എപ്പോഴും പ്രാർത്ഥിക്കും. നമുക്കും തന്നെ നമസ്കാരത്തിലെ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഒമിൻ ഫിത്നത്തിൽ മഹിയ ഒമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ അദാബുൽ ഖബറിൽ നിന്നും നമ്മൾ രക്ഷ നേടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ മയ്യത്ത് നമസ്കരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. മയ്യത്തിൻ്റെ നമസ്കാരത്തിൽ നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ അല്ലാഹുമ്മ അദ്ഖിലുൽ ജന്നത വഖിഹി മിൻ അദാബി ജഹന്നമ വമിൻ അദാബിൽ ഖബർ. ജഹന്നമിൻ്റെ ശിക്ഷയിൽ നിന്നും ഖബറിൻ്റെ ശിക്ഷയിൽ നിന്നും ഈ മനുഷ്യനെ പടച്ചോനെ നീ രക്ഷപ്പെടുത്തി കൊടുക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം അതൊരു ഉള്ള യാഥാർത്ഥ്യവും വിശ്വാസികൾ അങ്ങനെ ഒന്നും ഉണ്ട് എന്ന് ശക്തമായി വിശ്വസിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ആ രീതിയിലുള്ള ഒരു സംഗതിയാണ്. ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഖബറടക്കുന്നവർക്ക് പറഞ്ഞ കാര്യമാണ്. ഇവർക്ക് വളരെ സ്ഥൈര്യത്തോടുകൂടി ഉത്തരം പറയാനുള്ള കഴിവ് നൽകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും ഈ തരം സംഗതികളിലൊക്കെ വളരെ അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ധൈര്യവും സ്ഥൈര്യത്തോടെയും ശരിയായ രീതിയിൽ ഉത്തരം നൽകിക്കൊണ്ട് സ്വർഗാവകാശികളായി മാറുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യും. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, സഹീഹായ ഒരു ഹദീസിൽ നമുക്ക് കാണാം, കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫറഗ മിൻ ദഫ്നിൽ മയ്യിത്ത്, മയ്യിത്ത് മറമാടിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖഫ അലൈഹി, അവിടെ നിൽക്കും. ഫഖാല, എന്നിട്ട് പറയും, ഇസ്തഗ്ഫിറൂ ലി അഖീക്കും, നിങ്ങളുടെ ഈ സഹോദരന് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക, പൊറുക്കലിനെ തേടുക. വസലൂ ലഹു തസ്ബീത്ത്, അവന് വേണ്ടി നിങ്ങൾ തസ്ബീത്ത് ആവശ്യപ്പെടുക, സ്ഥൈര്യത്തോട് ഉറത്തോടുകൂടി തസ്ബീത്ത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആവശ്യപ്പെടുക. ഫഇന്നഹുൽ ആന യുസ്അൽ, ഇപ്പോൾ അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈ ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ ഇവർക്ക് തസ്ബീത്ത് ഉറച്ചു നിൽക്കാനുള്ള കഴിവിന് വേണ്ടി നിങ്ങൾ
പ്രാർത്ഥിക്കണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചതാണ്. പക്ഷെ ആ പ്രാർത്ഥന എന്താണ്, ആ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, അത് റസൂലുള്ള സഹീഹായ ഹദീസുകളിലൊന്നും നമുക്ക് ഇന്നതാണ് ആ പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ മയ്യത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തണം, അവിടെ ഉറച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ വേറെ ചില ഹദീസുകളിൽ മയ്യത്തിന് മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പ്രാർത്ഥന ഇന്നതാണ്. ഇപ്പോൾ നമസ്കാരത്തിലാണെങ്കിൽ ഇന്ന സമയത്ത് ഇന്ന പ്രാർത്ഥന ചെല്ലുക എന്നുണ്ടല്ലോ. അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു പ്രാർത്ഥന ആ വിഷയത്തിൽ സഹീഹായി അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ നമ്മൾ ഇവിടെ ചൊല്ലുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. എന്താണ്? അല്ലാഹുമ്മ തബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റൻ ജംബൈ, അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമീൻഹു മിൻ കുല്ലിൽ ഫസഅ. ഇങ്ങനെ ഉള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. പ്രാർത്ഥിക്കുന്നതിന് വിരോധമല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ പല സ്ഥലങ്ങളിലും പറഞ്ഞ കാര്യങ്ങളുടെ ഒരു സാരാംശമാണ്. പക്ഷെ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കരുത് ഇതൊരു ഹദീസുകളിലൊക്കെ സ്ഥിരപ്പെട്ട ഒരു പ്രാർത്ഥനയാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. അങ്ങനെ ഒരു പ്രാർത്ഥന ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. പക്ഷെ ഈ ആശയം അള്ളാഹു പറഞ്ഞല്ലോ, വസലൂലഹു തസ്ബീത്ത്, തസ്ബീത്തിന് വേണ്ടി നിങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ തന്നെ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അങ്ങനെയാണ് അതിന് ചോദിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ അറബിയിൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്ഥൈര്യമാകാൻ വേണ്ടി നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ ഉറച്ചു നിൽക്കാൻ നീ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് പറയാം, അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, പടച്ചോനെ നീ ചോദ്യം ചെയ്യുമ്പോൾ അയാൾക്ക് ഉറച്ചു നിൽക്കാനുള്ള കഴിവ് നൽകണേ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ വിഷയമാണ്. പക്ഷെ അത് ഇങ്ങനെ അറബി തന്നെ ആയിക്കൊള്ളുന്നില്ല, അത് അറബിയിൽ തന്നെ പറഞ്ഞോളുന്നില്ല. നമ്മളുടെ ഏത് ഭാഷയിലും നമ്മളത് പറഞ്ഞാൽ മതി. കാരണം അറബിയിൽ പറയേണ്ട ഒരു പ്രാർത്ഥന അള്ളാന്റെ റസൂൽ ആ വിഷയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. പക്ഷെ നമ്മൾ അറബിയിൽ അത് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തന്നെ നമ്മളത് പറയാം. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, പടച്ചോനെ ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ ഇയാൾക്ക് നീ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് നൽകണമേ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അദ്ദേഹത്തിന് നീ ഉത്തരം നീ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഉത്തരം നീ അദ്ദേഹത്തിന് തോന്നിപ്പിക്കണമേ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റൻ ജംബൈ, പടച്ചോനെ അദ്ദേഹത്തിന് ഖബറിൽ നീ വിശാലത നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണമേ, അദ്ദേഹത്തിനോട് നീ റഹ്മത്ത് ചെയ്യണമേ, അനുഗ്രഹം ചെയ്യണമേ. അല്ലാഹുമ്മ ആമീൻഹു മിൻ കുല്ലിൽ ഫസഅ, പേടിയുള്ള എല്ലാ സന്ദർഭത്തിലും നീ അദ്ദേഹത്തിന് ഒരു നിർഭയത്വം നൽകണമേ. വളരെ നല്ല ഒരു പ്രാർത്ഥനയാണ്, നല്ലൊരു പ്രാർത്ഥനയാണ്. ആ സന്ദർഭത്തിൽ ആ മയ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാവുന്ന നല്ല ഒരു പ്രാർത്ഥനയാണ്. പക്ഷേ ആ പ്രാർത്ഥനയുടെ വചനങ്ങൾ അങ്ങനെ തന്നെ ഹദീസിലൊക്കെ വന്ന് നമ്മൾ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ എന്നൊക്കെ ഹദീസിൽ അങ്ങനത്തെ കുറേ പ്രാർത്ഥനകളുണ്ടല്ലോ. അങ്ങനെ വന്നൊരു പ്രാർത്ഥനയാണ് ഇത് എന്ന് നിങ്ങൾ ഒരിക്കലും ധരിക്കരുത് ഒന്നുണ്ട്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളിടയിൽ ആളുകൾ മനസ്സിലാക്കുന്ന ഒരു സംഗതി ഉണ്ട്. ഈ സൂറത്ത് തബാറക്ക സൂറത്ത് ഓതിയാൽ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും, അല്ലെങ്കിൽ അത് കുറയാൻ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട്, സൂറത്ത് തബാറക്ക ഹിയൽ മാനിയത്തു. സൂറത്ത് തബാറക്ക എന്ന് പറഞ്ഞാൽ അത് തടഞ്ഞു നിർത്തുന്നതാണ്. ഫമൻ ഖറഅഹ ഫീ ലൈലത്തിൻ മനഅഹു അല്ലാഹു ബിഹാ അദാബൽ ഖബർ, ആരെങ്കിലും അതൊരു രാത്രി അല്ലെങ്കിൽ അത് ചൊല്ലിയാൽ, ആ സൂറത്ത് തബാറക്ക ചൊല്ലിയാൽ അദാബുൽ ഖബറിൽ നിന്ന് അവനെ അള്ളാഹു രക്ഷപ്പെടുത്തും എന്ന് പറയുന്ന ഒരു ഹദീസാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്. അത് ഇമാം നസായിയും അതുപോലെ മറ്റു പല ആളുകളൊക്കെ ചില ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ വന്ന ഹദീസാണ്. ഈ ഹദീസ് ഷെയ്ഖ് നാസറുദ്ദീൻ അൽ അൽബാനി അദ്ദേഹം അത് ഹസനാണ് അല്ലെങ്കിൽ ധാരാളം ഇതിൻ്റെ എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല ആളുകളും അത് നമുക്ക് ചെയ്യാവുന്ന ഒരു സംഗതിയാണ് എന്ന് ധരിക്കുകയും അങ്ങനെ ചെയ്യാറുണ്ട്. വാസ്തവത്തിൽ ഈ ഹദീസ് സഹീഹായ ഹദീസല്ല, ഇത് ദഈഫായ ദുർബലമായ ഒരു ഹദീസാണ്. ധാരാളം പണ്ഡിതന്മാർ ഇത് ദുർബലമാണ് എന്ന് നമുക്ക് പറഞ്ഞത്. ഇമാം നസായി, ഇമാം ദഹബി, ഇമാം ജൗസി, ഇബ്നു ബാസ്, ശുഐബുൽ അർനാഊത്ത്, ഇങ്ങനെ പറയുന്ന ഹദീസ് നിരൂപണ കാര്യത്തിൽ അഗ്രഗണ്യന്മാരായ ധാരാളം പണ്ഡിതന്മാർ ഇത് ദുർബലമായ ഒരു ഹദീസാണ് എന്നും അതിന് ഇന്ന കാരണങ്ങൾ കൊണ്ട് ദുർബലമാണ് എന്നൊക്കെ അവരത് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിൻ്റെ ചില തത്വങ്ങളുണ്ട്. ദുർബലമായ ഒരുപാട് ഹദീസ് വന്നാൽ അതിനെ നമ്മൾ ഒരു
പരിധി വരെ സ്വീകരിക്കാം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു തത്വമുണ്ട്. ആ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ് എന്നൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ, പ്രത്യേകിച്ചും നമ്മുടെ സലഫി പണ്ഡിതന്മാരൊക്കെ പല ആളുകളും അത് സ്വീകരിക്കാം, ചെയ്യാം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മൾ ശരിക്ക് പരിശോധന നോക്കിയാൽ പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ്, ഈ തബാറക്ക ഇങ്ങനെ ഓതണം എന്ന് പറഞ്ഞത് സഹീഹായ ഹദീസിൽ വന്നിട്ടില്ലേ എന്ന് പറഞ്ഞാൽ, സഹീഹായ ഹദീസിൽ ഒരൊറ്റ സഹീഹായ ഹദീസിലും ഇങ്ങനൊന്നും വന്നിട്ടില്ല. കുറേ ചെറിയ ചെറിയ ഹദീസുകളും പണ്ഡിത സഹാബിമാരുടെ വചനങ്ങളൊക്കെ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാറ്റിലും ദുർബലരായ റാവിമാർ ഉൾക്കൊള്ളുന്നതല്ലാത്ത ഒരു റിപ്പോർട്ടും ഈ വിഷയത്തിൽ വന്നിട്ടില്ല. അപ്പോൾ തബാറക്ക് ഇപ്പം നമ്മളെ ഇടയിൽ തന്നെ പല ആളുകളും നമ്മളുടെ സമൂഹത്തിലെ സുന്നി പണ്ഡിതന്മാരെ പല ആളുകൾ യാസീൻ ഓതാറുണ്ട്. നമുക്കറിയാം, മരിച്ചു കഴിഞ്ഞ സ്ഥലത്ത് യാസീൻ, അത് ഖബറിന് ശേഷമല്ല, അങ്ങനെ ഖബറിങ്ങനെ തബാറക്ക് ഓതുന്ന ധാരാളം ആളുകളുണ്ട്. ഇതൊന്നും സഹിയായി വന്നതല്ല, യാസീൻ ഓതുന്നതും സഹിയായി വന്നതല്ല. അങ്ങനെയൊന്നൊക്കെ ചില ദുർബലമായ റിപ്പോർട്ടുകളിൽ വന്നത് അതിൻ്റെ ദുർബലതയൊന്നും ശ്രദ്ധിക്കാതെ അങ്ങനെ ചെയ്തു പോകുന്ന സംഗതിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു മതമായി കണക്കാക്കുന്ന സംഗതി, ദീനായി കണക്കാക്കുന്ന സംഗതി വ്യക്തമായി അള്ളാഹുവും റസൂലും പറഞ്ഞതാണെന്നുള്ള ബോധ്യം ആ വിഷയത്തിൽ ഉണ്ടാകണം. അപ്പോഴേ അത് മതമായി മാറുള്ളൂ. ആ നിലക്ക് നോക്കുമ്പോൾ ഈ പറഞ്ഞ യാസീൻ ഓതുന്നതാണെങ്കിലും ശരി, അല്ലെങ്കിൽ പിന്നെ തെലക്കീൻ ഓതുക, വേറൊരു സംഗതി, ഈ ഖബറിൻ്റെ അരികിലിരുന്ന് തെലക്കീൻ എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. തെലക്കീൻ എന്ന് പറഞ്ഞത് വളരെ ദുർബലമായ ഒരു കാര്യമാണ്. സഹീഹായി അങ്ങനെ വന്നിട്ടില്ല, ദഈഫായ ദുർബലമായ ചില റിപ്പോർട്ടിൽ അങ്ങനെ വന്നതാണ്. ആ നിലക്കൊക്കെ നോക്കുമ്പോൾ നമ്മൾ സഹീഹായ സംഗതികൾ നോക്കുകയാണെങ്കിൽ ഇത്രയും സംഗതികളാണ് ഖബർ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് വന്നിട്ടുള്ളത്. ഖബർ ജീവിതത്തിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രത്യേകമായി ഏതെങ്കിലും സൂറത്ത് ഓതാനോ ഏതെങ്കിലും ആയത്ത് ഓതാനോ ഒന്നും അള്ളാഹും റസൂലും നമ്മളോട് പറഞ്ഞിട്ടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ മരിച്ച ആൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയിൽ അതൊക്കെ ഉൾപ്പെടുത്താം. ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ നമസ്കാരത്തിലൊക്കെ പ്രാർത്ഥിക്കുന്നത് പോലെ ഖബറിലെ പ്രയാസങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം